വിദ്യാർത്ഥികൾക്കും പ്രതിരോധത്തിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ പത്രക്കുറിപ്പ് 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിന്റെ രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വിശദീകരിക്കാനൊന്നുമില്ല അവിടെ, ഇല്ലല്ലോ, ഒന്നുമില്ല. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീസ് അടച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ശേഷം 2/7/2026 3 മണിക്കുള്ളിൽ ജൂലൈ 2-ന് 3 മണിക്കുള്ളിൽ കോളേജിൽ ഹാജരായി സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റൂല്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ടെമ്പററി അഡ്മിഷൻ നേടാൻ പറ്റില്ല. അതായത് അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീസ് അടച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ജൂലൈ 2 ഉച്ചയ്ക്ക് 3 മണിക്കകം കോളേജിൽ ഹാജരായി സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന അലോട്ട്മെന്റ് നഷ്ടമാകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ കോളേജിൽ സ്ഥിര പ്രവേശനം നേടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടമാകുന്നതായിരിക്കുമെന്നും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീ അടച്ച ശേഷമാണ് കോളേജിൽ പ്രവേശനം എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കാതെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് സീറ്റ് ലഭിച്ചെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീസ് അടച്ചിട്ടാണ് പ്രവേശനം നേടേണ്ടത്. ഒന്നാം അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീസ് അടച്ച് വിദ്യാർത്ഥികൾ അലോട്ട്മെന്റിൽ മാറിയിട്ടുണ്ടെങ്കിൽ കൂടി ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇപ്പം നിങ്ങൾ ഒന്നാം അലോട്ട്മെന്റിൽ ലഭിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു മാൻഡറ്ററി ഫീസ് അടച്ചൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അടയ്ക്കേണ്ടതില്ല. അവർ ഒന്നാം അലോട്ട്മെന്റ് അടച്ചതാണ്. SC/ST OECക്ക് തത്തുല്യമായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഇത്തരം 30 സമുദായിക വിദ്യാർത്ഥികൾ 155 രൂപ മാത്രമേ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതുള്ളൂ. എന്നാൽ ജനറൽ പോലുള്ള വിഭാഗങ്ങളൊക്കെ 610 രൂപയാണ്. 1ഉം 2ഉം അലോട്ട്മെന്റ് ലഭിച്ച് മാൻഡറ്ററി ഫീ അടച്ച എല്ലാ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത ശേഷം 2/7/2026 3 മണിക്കുള്ളിൽ ജൂലൈ 2 3 മണിക്കുള്ളിൽ കോളേജിൽ ഹാജരായി നിർബന്ധമായും സ്ഥിര അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുമ്പ് ലഭിച്ചിരിക്കുന്ന അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതും അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്നും പുറത്താക്കുന്നതുമായിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റിൽ സ്ഥിര അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെന്റുകൾ പരിഗണിക്കുമില്ല. ഓക്കെ, ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കേണ്ട എങ്കിൽ 4/7/2026 വൈകുന്നേരം 3 മണിക്കുള്ളിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണ്. ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷൻ ലഭിച്ച കുട്ടി അതിൽ തൃപ്തനാണ്. 4, 3, 2, 1 ഓപ്ഷനുകൾ വേണ്ട എങ്കിൽ എന്ത് ചെയ്യണം? ഹയർ ഓപ്ഷനുകൾ ജൂലൈ 4 വൈകിട്ട് 3 മണിക്കകം ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഓപ്ഷനിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് 3ആം അലോട്ട്മെന്റ് ലഭിച്ചാൽ അത് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മുമ്പ് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകുന്നതും അത് ഒരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതുമല്ല. അതായത് ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, അത് നിങ്ങൾക്ക് മതി, നിങ്ങൾ അവിടെ പോയി പെർമനന്റ് അഡ്മിഷൻ എടുത്തു. ഓക്കെ, ടെമ്പററി അഡ്മിഷൻ ഇല്ല, നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തു. പക്ഷേ ഇൻ കേസ് 3ആം അലോട്ട്മെന്റിൽ 4, 3, 2, 1 ഓപ്ഷനുകളൊക്കെ അലോട്ട്മെന്റായി ലഭിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് മാറേണ്ടി വരും. ഞാൻ പെർമനന്റ് അഡ്മിഷനിൽ എടുത്ത് എനിക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോയതാണ്, എനിക്ക് 5ാമത്തെ മതി എന്ന് പറഞ്ഞാൽ കിട്ടൂല. 3ആം അലോട്ട്മെന്റിൽ എങ്ങോട്ട് മാറിയാൽ അത് അലോട്ട്മെന്റ് മാറി ലഭിച്ചാൽ പുതിയ ഇടത്തേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. പഴയ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പുനഃസ്ഥാപിച്ച് നൽകില്ല. ഹയർ ഓപ്ഷനുകൾ ഭാഗികമായോ പൂർണ്ണമായോ റദ്ദ് ചെയ്യാവുന്നതാണ്. കോളേജ് കോഴ്സ് പുനഃക്രമീകരിക്കുന്നതിനോ പുതിയ കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനോ 3/7/2024 മുതൽ 4/7/2026 വരെ അവസരമുണ്ട്. നിങ്ങൾക്ക് പുതിയ കോളേജുകളും കോഴ്സുകളും ആഡ് ചെയ്യാൻ എന്തുണ്ടാവും? ജൂലൈ 3, 4 തീയതി വരെ അവസരമുണ്ടാകും. ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായും പുതിയ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് 1ആം അലോട്ട്മെന്റ് ലഭിച്ച മാൻഡറ്ററി ഫീസ് അടയ്ക്കാത്ത പ്രവേശന പ്രക്രിയയിൽ നിന്നും പുറത്ത് പോയവർക്കും ഈ അവസരത്തിൽ അപേക്ഷ പൂർത്തീകരിച്ച് അടുത്ത അലോട്ട്മെന്റ് പ്രക്രിയയുടെ ഭാഗമാണത്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ അപേക്ഷ പകുതിയിൽ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത കുട്ടികൾ, അതുപോലെ തന്നെ ആദ്യം ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യുന്നവർ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. പിന്നെ ഈ 1ആം അലോട്ട്മെന്റ് ലഭിച്ച് മാൻഡറ്ററി ഫീസ് അടയ്ക്കാതെ മാൻഡറ്ററി ഫീസ് ഒക്കെ അടയ്ക്കാതെ പ്രവേശനത്തിൽ പുറത്തായി പോയ വിദ്യാർത്ഥികൾക്ക് 3ആം അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കും. എഡിറ്റ് ചെയ്തിട്ട് കേട്ടോ. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതാത് കോളേജുമായി ബന്ധപ്പെടേണ്ടതും ആവശ്യമായ രേഖകൾ സഹിതം ജൂലൈ 2 3 മണിക്ക് മുമ്പായി കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതുമാണ്. പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ TC ഒഴികെ
യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ കോളേജ് പരിശോധനയ്ക്ക് ശേഷം പ്രവേശനം നേടുന്ന ദിവസം തന്നെ തിരിച്ചു വാങ്ങാം എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ കോളേജിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ടി സി ഒഴികെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റുകളും വേരിഫിക്കേഷന് ശേഷം അന്നേ ദിവസം തന്നെ കോളേജിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ആ ദിവസം തന്നെ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് വാങ്ങാം. ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അപ്പോൾ പുതിയ കാണുന്ന.